ഹായ്, വെൽക്കം ടു ടേസ്റ്റി ബ്ലിറ്റ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുടംപുളി ഇട്ട് വെച്ച നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചെമ്മീൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ബാ. ചെമ്മീൻ തോടൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 1/2 കിലോ ചെമ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുണ്ടാക്കാൻ വേണ്ടുന്ന മസാലകൾ നമുക്ക് വേഗം തന്നെ റെഡിയാക്കിയാലോ. അതിനായിട്ട് ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് വളരെ കുറച്ച് മാത്രം ഓയിൽ കുറച്ചൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടുന്നതാണ് തേങ്ങ ചിരകിയത്. ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. കൂടെ എടുത്തിട്ടുള്ളതാണ് ചെറിയ ഉള്ളി. അപ്പോൾ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ എടുക്കരുത് കേട്ടോ. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാണ്ട് സൂക്ഷിക്കണേ. തേങ്ങയൊക്കെ ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇങ്ങനെ നമുക്ക് നല്ലോണം കൈ എടുക്കാതെ കാര്യം എപ്പോൾ വേണമെങ്കിലും ഇത് അടുക്കി പിടിക്കാം. ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കറിക്ക് ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് കൈ എടുക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഈ ഒരു രീതി കേട്ടോ നമുക്ക് വേണ്ടുന്നത്. എല്ലാം കൂടെ ഒരു ഗോൾഡൻ നിറം ആവണം. ഈ സമയത്ത് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നതാണ് മുളക് പൊടി. മുളക് പൊടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ടേ. അടുത്തതായി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. അടുത്തതായി വേണ്ടുന്നതാണ് മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇവിടെ 1 ടേബിൾ സ്പൂണാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി മുഴുവൻ കുരുമുളക് ആഡ് ചെയ്യാം. അത് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു കുരുമുളകാണ് ഈ ഒരു ചെമ്മീൻ കറിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ ചെയ്തേക്കണേ. കണ്ടില്ലേ, നമ്മുടെ പൊടികളും തേങ്ങയും എല്ലാം കൂടെ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഈ രീതിയാട്ടോ നമുക്ക് വേണ്ടുന്നത്. എല്ലാം കൂടെ ചേർന്ന് ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. തണുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുന്നുണ്ടേ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ചെമ്മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാവുമ്പോൾ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായി വേണ്ടുന്നതാണ് കൊച്ചുള്ളി. ഞാനിവിടെ ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നടുവത്ത് നിന്ന് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 3 പച്ചമുളകും ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒത്തിരി അങ്ങ് വഴണ്ട് പോകണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതിയാവും. അടുത്തതായി നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ആ ജാറിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ആ വെള്ളവും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. ഞാനിവിടെ വളരെ കുറച്ച് വെള്ളം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അടുത്തതായി 1 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ മുരിങ്ങയ്ക്ക, ചെറുതായിട്ട് കട്ട് ചെയ്ത മുരിങ്ങക്കായും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് വരുന്നത്. അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്നതാണ് കുടംപുളി. ഞാനൊരു 5 വലിയ പീസ് കുടംപുളി നേരത്തെ തന്നെ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കുടംപുളിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു ഗ്രേവി നല്ലതുപോലെ തിളയ്ക്കാൻ അനുവദിക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്ത് നന്നായിട്ട് തിള വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലോട്ട് ആഡ് ചെയ്യാം. ഈ ഒരു സമയത്ത് ഈ ഒരു ഗ്രേവി ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാവുന്നതാണേ. നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലോട്ട് ആഡ് ചെയ്യാം. എല്ലാം മൊത്തത്തിൽ എടുത്തങ്ങ് തട്ടി കൊടുക്കുകയല്ല കേട്ടോ. കുറേശ്ശെ നമ്മളിങ്ങനെ എടുത്തിട്ട് കൊടുക്കുകയാണ്. എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തിനി ഒന്ന് കുലുക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ സ്പൂണൊക്കെ ഉപയോഗിച്ചാൽ ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കുലുക്കി വെച്ചിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് മൂടി കൊടുക്കുകയാണ്. നല്ലോണം വേവട്ടെ. ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ടെന്ന് തുറന്ന് നോക്കാം.
കണ്ടില്ലേ, നല്ലോണം തിളയൊക്കെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കുലുക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. വീണ്ടും നമുക്ക് മൂടി വയ്ക്കാം. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്. കണ്ടില്ലേ, എണ്ണയൊക്കെ പുറത്തിങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് കേട്ടോ. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ നമ്മുടെ കുടംപുളി ഇട്ട് വെച്ച ചെമ്മീൻ തീയൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ചോറിൻ്റെ കൂടെ ആയാലും അതുപോലെ തന്നെ കാപ്പിയുടെ കൂടെ ആയാലും നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ ഈ ഒരു ചെമ്മീൻ തീയൽ എന്ന് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.